പ്രധാന വാർത്തയിലേക്ക്. മെക്സിക്കോയിൽ സൂപ്പർ മാർക്കറ്റിലുണ്ടായ സ്ഫോടനത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 23 പേർ മരിച്ചു. 11 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ നഗരത്തിലെ ആശുപത്രികളിലേക്ക് മാറ്റി. വിഷവാതകം ശ്വസിച്ചത് മൂലമാണ് മരണമെന്ന് അറ്റോർണി ജനറൽ ഗുസ്താവോ സാലാസ് അറിയിച്ചു. സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. മെക്സിക്കോയിലാണ് സൂപ്പർ മാർക്കറ്റിലുണ്ടായ സ്ഫോടനത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 23 പേർ മരിച്ചത്. 11 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. പരിക്കേറ്റവരെ നഗരത്തിലെ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുന്നു. വിഷവാതകം ശ്വസിച്ചത് മൂലമാണ് മരണമെന്ന് അറ്റോർണി ജനറൽ ഗുസ്താവോ സാലസ് അറിയിച്ചിരിക്കുകയാണ്. സ്ഫോടനത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ 23 പേരാണ് മരണപ്പെട്ടത്. 11 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നഗരത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്കൊക്കെ ഇവരെ ചികിത്സയ്ക്കായി മാറ്റിയിരിക്കുക കൂടിയാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വിഷവാതകം ശ്വസിച്ചത് മൂലമാണ് മരണമെന്നുള്ളതാണ് അറ്റോർണി ജനറൽ ഗുസ്താവോ സാലാസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോഴും സ്ഫോടനത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. പോലീസ് അധികൃതർ, അന്വേഷണ സംഘം കൃത്യമായി നിഗമനങ്ങളിലൂടെ കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് കടക്കുകയാണ്. സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം രൂപീകരിക്കുമെന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും ഒക്കെ തന്നെ ഈ നിമിഷം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മെക്സിക്കോയിലാണ് സൂപ്പർ മാർക്കറ്റിലുണ്ടായ സ്ഫോടനത്തിൽ 23 പേർ മരിച്ചത്. 11 പേർക്കാണ് പരിക്കേറ്റത്. വിഷവാതകം ശ്വസിച്ചാണ് മരണമെന്നുള്ളതാണ് അധികൃതർ നൽകുന്ന വിവരങ്ങൾ. ഒപ്പം സ്ഫോടനത്തിന്റെ കാരണവും ഇനിയും വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് മെക്സിക്കോയിൽ നിന്ന് ലഭിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ 23 പേരാണ് മെക്സിക്കോയിൽ സൂപ്പർ മാർക്കറ്റിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചിരിക്കുന്നത്. 11 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. സ്ഫോടനത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. സ്ഫോടനത്തിന്റെ കാരണം അടക്കം കണ്ടെത്താനായുള്ള നീക്കങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം അന്വേഷണം അടക്കം രൂപീകരിച്ചിരിക്കുന്നു സർക്കാർ എന്നുള്ളതും കൂടിയാണ്. ഉത്തരവിട്ടിരിക്കുന്നു. സംഭവത്തിൽ സർക്കാർ അന്വേഷണത്തിന് സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമാകേണ്ടതുണ്ട്. എന്താണ് സ്ഫോടനം, സ്ഫോടനത്തിന് പിന്നിൽ ആരാണ്, ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടോ ഈ സ്ഫോടനത്തിൽ എന്നുള്ളതും കൂടിയാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. അതേസമയം മരണം ഉണ്ടായിരിക്കുന്നത് വിഷവാതകം ശ്വസിച്ചത് മൂലമാണെന്ന് അറ്റോർണി ജനറൽ ഗുസ്താവോ സാലാസ് അറിയിച്ചിട്ടുണ്ട്. മെക്സിക്കോയിൽ സൂപ്പർ മാർക്കറ്റിലാണ് സ്ഫോടനത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 23 പേർ മരിച്ചത്.